ഗുരുവായൂരിലെ ഉച്ചവെയിലിന് പോലും ഇന്ന് ചന്ദനത്തിന്റെ തണുപ്പാണ്. ആയിരക്കണക്കിന് ഭക്തർ ക്ഷമയോടെ ആ വരിയിൽ നിൽക്കുന്നു. ആ വരിയുടെ ഒടുവിലായി, ആരും ശ്രദ്ധിക്കാതെ, കയ്യിലൊരു മൺപാളയുമായി ഒരു കൊച്ചു ബാലൻ നിൽപ്പുണ്ട്. ചുരുണ്ട മുടിയും വിടർന്ന കണ്ണുകളുമുള്ള ആ ബാലന്റെ ചുണ്ടിൽ ലോകം മുഴുവൻ കീഴടക്കുന്ന ഒരു പുഞ്ചിരി വിരിയുന്നുണ്ട്. അവൻ മറ്റാരുമല്ല, ലോകം മുഴുവൻ ഊട്ടുന്ന ആ ഉണ്ണിക്കണ്ണനാണ്. അമൃതുപോലൊരു കഞ്ഞി. പന്തലിൽ വലിയ ഉരുളികളിൽ പ്രസാദക്കഞ്ഞി പുകയുന്നു. ചക്കയുടെയും മുതിരയുടെയും വശ്യമായ ഗന്ധം വായുവിൽ അലിഞ്ഞുചേർന്നിരിക്കുന്നു. ഭക്തർക്കൊപ്പം നിലത്തിരുന്ന് മൺപാളയിലേക്ക് പകരുന്ന ആ കഞ്ഞി ഓരോ തുള്ളിയും നുണയുമ്പോൾ കണ്ണന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം. ഭക്തർ അത് വിശപ്പടക്കാൻ കുടിക്കുമ്പോൾ ഭഗവാൻ അത് കുടിക്കുന്നത് തന്റെ ഭക്തരുടെ സ്നേഹം നുണയാനാണ്. അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല. എല്ലാവരും ആ ഒരു പാളക്കഞ്ഞിക്ക് മുന്നിൽ സമന്മാരാകുന്നു. അനുഭവിക്കുന്ന സത്യം. ഇതൊരു വെറും സങ്കല്പമല്ല. ഭക്തിയുടെ നിറവിൽ ആ വരിയിൽ നിന്നിട്ടുള്ള ഏതൊരു ഭക്തനും അറിയാം, തനിക്കരികിൽ ആരോ ഒരാൾ ഉണ്ടെന്ന സത്യം. ആ കഞ്ഞിക്ക് കിട്ടുന്ന അസാമാന്യമായ രുചി അത് ചക്കയുടെയോ മുതിരയുടെയോ മാഹാത്മ്യമല്ല, മറിച്ച് അതിൽ ചാലിച്ചിരിക്കുന്ന ഭഗവാന്റെ സാമീപ്യമാണ്. ലോകത്തിന്റെ നാഥൻ ഇന്ന് ഭക്തരുടെ കൂടെയിരുന്ന് കഞ്ഞി കുടിക്കുന്നു. ഇതിലും വലിയൊരു പുണ്യം വേറെന്തുണ്ട്? ഗുരുവായൂർ ഉത്സവക്കാലത്ത് ആ കഞ്ഞി കുടിക്കാൻ ഭാഗ്യം ലഭിക്കുന്നത് ഒരു ജന്മത്തിന്റെ സുകൃതമാണ്. ആ വരിയിൽ നിൽക്കുമ്പോൾ ഒന്ന് ചുറ്റും നോക്കുക. ഒരുപക്ഷെ ആ മൺപാളയുമായി നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാകാം.